ഇപ്പോൾ ധനമന്ത്രി GM തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അവർ പറയുന്നത് അവരുടെ സ്വർണ്ണ രത്ന വ്യവസായത്തിൻ്റെ നിലനിൽപ്പിന് പൂർണ്ണ രഹസ്യാത്മകത ആവശ്യമാണ്. പരമ്പരാഗതമായിട്ട് അങ്ങനെയാണ്. അതിലേക്ക് ഈ ബില്ലിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് അവരെടുത്തത്. ഈ പശ്ചാത്തലത്തിൽ കേരളം ഒരു നിർദ്ദേശം വെച്ചു. ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിനുള്ളിലുള്ള ചരക്ക് നീക്കത്തിന് ബില്ല് നിർബന്ധമാക്കാം. അത് ഇന്ന് മന്ത്രിമാരുടെ ഉപസമിതി അംഗീകരിച്ചു. സംസ്ഥാനങ്ങൾക്ക് കേരളത്തിനുള്ളിൽ ബില്ല് നിർബന്ധമാക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ചട്ടങ്ങളും കാര്യങ്ങളുമെല്ലാം തയ്യാറാക്കി അടുത്ത യോഗത്തിൽ ഒരു കോൺസെൻസസ് ഡോക്യുമെൻ്റ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതിന് തീരുമാനമായിട്ടുണ്ട്. രണ്ടാമത്തേത് ഇൻവോയ്സിങ്, ഇലക്ട്രോണിക്കലായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ബില്ലിംഗ് രീതി വേണം. വാറ്റ് കാലത്തെന്ന പോലെ അതിൻ്റെ സെർവറിനെ കുറിച്ചും അതിൽ വയ്ക്കുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചുമെല്ലാം സർക്കാരുകൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അതാണ് ഈ ഇൻവോയ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ഇന്ന് വലിയ നികുതി വെട്ടിപ്പിന് അടിസ്ഥാനം ഈ കള്ളക്കടത്ത് വരുന്ന സ്വർണം മുഴുവനും ഓൾഡ് ഗോൾഡായിട്ടാണ് വിപണനം നടത്തുന്നത്. അപ്പോൾ വാറ്റ് കാലത്ത് ഇങ്ങനെ വിപണനം നടത്തുന്നതിന് റിവേഴ്സ് ചാർജ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ വിൽക്കുന്ന ആൾ നികുതി കൊടുക്കണ്ട, പക്ഷെ അതിൻ്റെ നികുതി വാങ്ങുന്ന ആൾ കൊടുത്തിരിക്കണം. അപ്പോൾ ആ രീതിയിൽ ഒരു സമ്പ്രദായം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യവും കൂടി പരിഗണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവയൊക്കെ സംബന്ധിച്ച് അടുത്ത ഒരു മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന യോഗത്തിൽ വെച്ച് തീരുമാനമെടുക്കും. അങ്ങനെ കേരളത്തിൽ ബില്ല് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ സ്വർണം അനധികൃതമായിട്ട് കൊണ്ടുപോകുന്ന പിടിച്ചു കഴിഞ്ഞാൽ, നികുതി വെട്ടിപ്പിനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ മേൽ സെക്ഷൻ 129 പ്രകാരമാണ് നടപടിയെടുത്തിരുന്നത്. എന്ന് വെച്ചാൽ 3% നികുതി അടക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് ആ നികുതി മേടിച്ച് വിട്ടുകൊടുക്കും. അല്ലേ, പെനാൽറ്റി തുല്യമായിട്ടുള്ള പെനാൽറ്റി. ഇപ്പോൾ 6% അടച്ചാൽ അവർക്ക് സ്വർണം വിട്ടുകൊടുക്കും. അങ്ങനെ കഴിഞ്ഞ വർഷം 110 കിലോ സ്വർണം ട്രാൻസ്പോർട്ടേഷനിടയിൽ നമ്മൾ പിടിച്ചു. ഇതൊരു ഡിറ്ററിൻ്റെ അല്ല ഈ 6% എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് കൂടുതൽ കർശനമായ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഗുജറാത്ത് ഹൈക്കോടതി സമീപകാലത്ത് സെക്ഷൻ 130, അതായത് ഇങ്ങനെ നികുതി വെട്ടിപ്പിന് വേണ്ടി കൊണ്ടുപോകുന്ന സ്വർണം പിടിച്ചെടുക്കാം, കോൺഫിസ്കേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത്. അപ്പോൾ സെക്ഷൻ 130 പ്രകാരം ഇനി നികുതി വെട്ടിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ സ്വർണം കൈമാറ്റം ചെയ്യുക, കണക്കിൽപ്പെടാത്ത സ്വർണം കണ്ടെത്തുക, നികുതി ബാധ്യതയുള്ള രജിസ്ട്രേഷൻ ഇല്ലാതെ സ്വർണം സപ്ലൈ ചെയ്യുക, ഇവ ചെയ്തു കഴിഞ്ഞാൽ സ്വർണം കോൺഫിസ്കേറ്റ് ചെയ്യും, പിഴയല്ല.